അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. നമ്മുടെ അഖീദയുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അമ്പിയാക്കളെ കുറിച്ചാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് മുഅ്ജിസത്തിനെ കുറിച്ച് പറഞ്ഞു. അതും സിഹറും നമ്മൾ വ്യത്യാസം കഴിഞ്ഞ എക്സാമിൽ പറഞ്ഞു. അതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിഹറും അതുപോലെ തന്നെ മുഅ്ജിസത്തും കറാമത്തും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. അപ്പോൾ വലിയനെ കുറിച്ചും മറ്റൊക്കെ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് നമ്മൾ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറഞ്ഞിരുന്നു. അതുപോലെ അമ്പിയാക്കളുടെ സിഫത്തുകൾ എന്തൊക്കെ, അവരെങ്ങനെയൊക്കെ ആയിരിക്കണം, അവരെന്തെല്ലാം ആവാൻ പാടില്ല തുടങ്ങിയ വിശേഷണങ്ങൾ. അപ്പോൾ മാതാ യജിബു ലിൽ അംബിയ അലൈഹിസ്സലാം, അമ്പിയാക്കളുടെ മേൽ നിർബന്ധമായ കാര്യങ്ങൾ എന്തെല്ലാം, എങ്ങനെയൊക്കെ ആവലാണ് അമ്പിയാക്കൾ നിർബന്ധം എന്ന് പറഞ്ഞ എല്ലാ അമ്പിയാക്കളും അങ്ങനെ ആയിരിക്കും. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതിൻ്റെ ജവാബ് നോക്കുക. യജിബുലിൽ അംബിയായി അലൈഹിസ്സലാത്തു വസ്സലാം, അമ്പിയാക്കൾക്ക് നിർബന്ധമാണ് അർബഉ സിഫാത്തിൻ, 4 വിശേഷണങ്ങൾ, 4 സിഫത്തുകൾ അമ്പിയാക്കൾക്ക് ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. 1 അസ്സിദ്ഖ്, 2 അമാനത്ത്, 3 തബ്ലീഗ്, 4 ഫത്വാനത്ത്. സിദ്ഖ് 1, സിദ്ഖ് സത്യസന്ധത. വൽ അമാനത്ത് വിശ്വസ്തത, അള്ളാഹ് ഒരു കാര്യം വിശ്വസിച്ചേൽപ്പിക്കണമല്ലോ അമ്പിയാക്കളെ, അത് വിശ്വസ്തത അവർക്കുണ്ടായിരിക്കണം. തബ്ലീഗ് എത്തിച്ചു കൊടുക്കൽ, എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം, അള്ളാഹു പറയുന്നതൊക്കെ മറച്ചു വെക്കൂല ഒന്നും. വൽ ഫത്വാനത്ത് ബുദ്ധി കൂർമ്മത, ബുദ്ധി, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ബുദ്ധി ഉണ്ടായിരിക്കും. ഈ 4 കാര്യങ്ങൾ അമ്പിയാക്കൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ വിശദീകരണം ഓരോന്നിൻ്റെയും ഉദ്ദേശം തന്നെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ മൈനസ് സുദഖ്, സത്യസന്ധത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫി ഹഖഹിം, അവരുടെ വിഷയത്തിൽ. ഫി ഹഖഹിം എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യത്തിൽ, അവരുടെ വിഷയത്തിൽ നിന്നൊക്കെ. അപ്പോൾ അവരുടെ വിഷയത്തിൽ സിദ്ഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൗനു ഖബരിഹിം, അവർ പറയുന്ന കാര്യങ്ങൾ ആകലാണ്. ഖബറാണ് അവരുടെ വാർത്തകൾ, അവർ പറയുന്ന കാര്യങ്ങൾ ആവലാണ്. മുതാബിഖൻ, യോജിച്ചതാവലാണ്. ലിൽ വാഖി, സത്യത്തോട്. വ നഫ്സിൽ അംരി, അതും അതേ അർത്ഥം യാഥാർത്ഥ്യം. നഫ്സുൽ അംർ വാക്കി എന്നൊക്കെ പറഞ്ഞാൽ സത്യം, യാഥാർത്ഥ്യം. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ സത്യത്തോടും യാഥാർത്ഥ്യത്തോടും യോജിച്ചതായിരിക്കണം. ഫലാ യസ്ദുറു മിൻഹും കെദിബുൻ അസ്ലൻ, അപ്പോൾ അവരിൽ നിന്ന് ഒരിക്കലും എന്തുണ്ടാവില്ല, കളവ് ഉണ്ടാവുകയേ ഇല്ല. കളവ് എന്നുള്ളത് തമാശക്കാണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു കളവ് ഒരു പ്രവാചകനിൽ നബിയിൽ നിന്ന് ഉണ്ടാവുകയില്ല. കാരണം അവർ സത്യം മാത്രമേ പറയുള്ളൂ. അപ്പോൾ മാനൽ അമാനത്തി, ഈ വിശ്വസ്തത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫി ഹഖീം, അവരുടെ വിഷയത്തിൽ അവർക്ക് വിശ്വസ്തത ഉണ്ടാകും എന്ന് പറയുന്നതുകൊണ്ടുള്ള ഉദ്ദേശം കൗനു ലവാഹിരിഹിം ഒ ബവാത്തിനെയും, അവരുടെ പുറവും അകവും. ലോഹിർ ജമ്മണ് ലവാഹിർ, പുറം ഭാഗങ്ങൾ. ബാത്തിന് ബവാത്തിന്, ഉൾഭാഗങ്ങൾ. അപ്പോൾ പുറം എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവം, അവരുടെ സംസാരമൊക്കെ. ബവാത്തിന് അവരുടെ ചിന്തകൾ, അവരുടെ ഹൃദയമൊക്കെ. അതൊക്കെ ആയിരിക്കും, ആവലാണ് എന്താവുക, മഹ്ഫൂദത്തൻ, സംരക്ഷിക്കപ്പെട്ടതാവുക. മിനൽ വുഖൂഇ, സംഭവിക്കുന്നതിൽ നിന്ന്. ഫീമ ലാ യർദൽ ഹഖ്, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താത്ത, അല്ലെങ്കിൽ അള്ളാഹു തൃപ്തിപ്പെടാത്ത ഒന്നിലും സംഭവിക്കുന്നതിനെ തൊട്ട് സംരക്ഷിക്കപ്പെട്ടതായിരിക്കും അവരുടെ ഹൃദയവും അവരുടെ ശരീരവും ഒക്കെ. ഒന്നിട്ട് നോക്കുക. കൗനു ലവായിരിഹിം വ ബവാത്തിനിഹിം, അവരുടെ അകവും പുറവും ആകലാണ്. മഹ്ഫൂദത്തൻ മിനൽ വുഖൂഇ, സംഭവിക്കുന്നതിൽ നിന്ന്, വീണു പോകുന്നതിൽ നിന്ന്, സംഭവിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടതായിരിക്കണം. എന്തിൽ സംഭവിക്കുക, ഫീമാ ലാ യർദൽ ഹഖ്, അള്ളാഹു തൃപ്തിപ്പെടാത്ത ഒന്നിൽ സംഭവിക്കുന്നതിനെ തൊട്ട് സംരക്ഷിക്കപ്പെട്ടവരായിരിക്കും. ഹഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നർത്ഥം. അല്ലദീ ഇസ്തഫാഹും അലാ സായിരിൽ ഖൽഖ്, അങ്ങനെയുള്ള അള്ളാഹുവാണ് ഇസ്തഫാഹും, അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അലാ സായിരിൽ ഖൽഖ്, എല്ലാ സൃഷ്ടികളുടെ മേലിലും, എല്ലാ സൃഷ്ടികൾക്കും വേണ്ടി അവരെ തിരഞ്ഞെടുത്ത, അള്ളാഹു തൃപ്തിപ്പെടാത്ത ഒരു കാര്യത്തിലും സംഭവിക്കുന്നതിന് തൊട്ട് അവർ സംരക്ഷിക്കപ്പെട്ടവരായിരിക്കും, സംരക്ഷിക്കപ്പെട്ടിരിക്കുക എന്നതാണ് ഈ പറഞ്ഞ അമാനത്ത് കൊണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അള്ളാഹു തൃപ്തിപ്പെടാത്ത ഒന്നിനും സംഭവിക്കൂല, അവരുടെ ലോഹിറോ ബാത്തിനോ. അമിന് തബ്ലീഗായി, തബ്ലീഗ് കൊണ്ട് വിശ്വസിക്കുക. തബ്ലീഗ് എന്നതിൻ്റെ അർത്ഥം, ഉദ്ദേശം കൗനുഹും, അവർ ആവലാണ്. ബയ്യനു ലിന്നാസ്, ജനങ്ങൾക്ക് വിശദീകരിച്ച് കൊടുത്തവരാവലാണ്. ബയ്യനാണ് വിശദീകരിച്ച് കൊടുക്കുക, അവർ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ടാവണം. ലിന്നാസ്, ജനങ്ങൾക്ക്. കുല്ലമാ, എല്ലാ ഒന്നും.
അമറഹുമുല്ലാഹു അള്ളാഹുവോട് കൽപ്പിച്ചിരിക്കുന്നു ബയാനിഹി ആ ഒന്നിനെ വിശദീകരിക്കാൻ. അപ്പോൾ ഏതൊക്കെ ഒന്നാണോ അള്ളാഹു വിശദീകരിക്കാൻ അവരോട് കൽപ്പിച്ചത് ആ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ടാവും. അതാണ് തബ്ലീഗ്. എങ്ങനത്തെ വിശദീകരണം? അഹ്സന ബയാൻ, ഏറ്റവും നല്ല വിശദീകരണം. ഫലം യക്തുമു മിൻ ദാലിക ഷൈഅ, അപ്പോൾ അവർ മറച്ചു വെക്കുകയില്ല, മറച്ചു വെച്ചിട്ടില്ല. മിൻ ദാലിക, അള്ളാഹു എത്തിച്ചു കൊടുക്കാൻ കൽപ്പിച്ചതിൽ നിന്ന് അവർ മറച്ചു വെച്ചിട്ടില്ല. ഷൈഅൻ, ഒന്നിനെയും. മനസ്സിലായല്ലോ? മാനത്തബിലെ കൗനും പയ്യമില്ല, അവർ ജനങ്ങൾക്ക് വിശദീകരിച്ച് കൊടുക്കലാണ്. കുല്ലമാ അമറും, അള്ളാഹു കൽപ്പിച്ച എല്ലാ ഒന്നും. അള്ളാഹു എന്തിനു കൽപ്പിക്കുക? കുല്ലമാ അമറുഹും അള്ളാഹു ബയാനിഹി, വിശദീകരിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ച എല്ലാ ഒന്നിനെയും ജനങ്ങൾക്ക് വിശദീകരിച്ച് കൊടുക്കലാണ്. അഹ്സന ബയാനി, ഏറ്റവും നല്ല വിശദീകരണം. ഫലം യക്തുമു മിൻ ദാലിക ഷൈഅ, അതിൽ നിന്നൊന്നിനെയും അവർ മറച്ചു വെക്കുകയില്ല. അപ്പോൾ മഅനൽ ഫത്വാനത്തി, ബുദ്ധികൂർമ്മത, ബുദ്ധി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൗനുഹും അവരാവലാണ്, അക്മലൽ ഖൽഖി, സൃഷ്ടികൾ ഏറ്റവും പൂർണ്ണരാവുക. ഏത് വിഷയത്തിൽ? പിന്നെ നബാഹത്തി വൽ ഫഹ്മി, മനസ്സിലാക്കുന്ന ചിന്തിക്കുന്ന വിഷയത്തിൽ. നബാഹത്ത് എന്ന് പറഞ്ഞാൽ ഉണർച്ച, ബോധം എന്നൊക്കെ. ഫഹ്മ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. അപ്പോൾ മനസ്സിലാക്കുന്ന വിഷയത്തിലും ബോധത്തിൻ്റെ ഉണർവിൻ്റെ വിഷയത്തിലും ഏറ്റവും പൂർണ്ണരായിരിക്കും അവർ. അതാണ് ഫത്താനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 4 സിഫത്തുകൾ എല്ലാ അമ്പിയാക്കൾക്കും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. പിന്നെ അടുത്ത ചോദ്യം, മാതാ യസ്തഹിൽ. അപ്പോൾ ഉജൂബ് ആയ സിഫത്ത്, വാജിബായ സിഫത്ത് നമ്മൾ പറഞ്ഞു 4. ഇനി മാതാ യസ്തഹിൽ അല്ല അംബിയ അലൈഹിം സ്വലാത്തു വസ്സലാം, അമ്പിയാൾക്ക് മുസ്തഹീലായ സിഫത്ത് ഏതൊക്കെയാണ്? മുസ്തഹീൽ എന്ന അസംഭവി, ഒരിക്കലും അമ്പിയാക്കൾക്ക് ഉണ്ടാവാനേ പാടില്ല, അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അമ്പിയാക്ക് 4 ഈ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് 4. യസ്തഹീൽ അല്ല അംബിയ അലൈഹിം സ്വലാത്തു വസ്സലാം അർബഉ സിഫാത്തി, 4 അമ്പിയാക്കളുടെ മേൽ മുസ്തഹീലാണ് എന്ന് പറഞ്ഞു. ഏതൊക്കെയാന്ന് വെച്ചാൽ ഈ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ്. ഒന്നാമത് സിദ്ക്കായിരുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് കെദിബ്, കളവ് പറയുക. രണ്ടാമത്തെ അമാനത്തായിരുന്നു, അള്ളാഹു വിശ്വസിച്ച് അള്ളാഹു പറഞ്ഞേൽപ്പിച്ച പോലെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതിന് അള്ളാഹിന് എതിര് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ മുസ്തഹീൽ. ഇസ്യാൻ, അള്ളാഹുവിന് എതിര് ചെയ്യാന്നുള്ളത് ഒരിക്കലും അവർക്കുണ്ടാവില്ല. പിന്നെ മൂന്നാമത്തെ തബ്ലീഗിൻ്റെ ഓപ്പോസിറ്റ് കിത്മാൻ, മറച്ചു വെക്കുക എന്നുള്ളത്. 4-മത്തത് ഫത്വാനത്തിൻ്റെ ഓപ്പോസിറ്റ് ഒഫലത്ത്, അവർ എന്താവുക? ബുദ്ധി നഷ്ടപ്പെടുക, ഭ്രാന്താവുക, അല്ലെങ്കിൽ എന്താവുക? പരിപൂർണമായിട്ടും അശ്രദ്ധരായി പോവുക. അപ്പോൾ ഈ 4 കാര്യങ്ങൾ അവർക്ക് മുസ്തഹീലാണ്. വകദാലിക യസ്തഹീലു അലൈഹിം, അതിന് വിശദീകരണ അർത്ഥത്തിലൊക്കെ ആയിട്ട് വരും കേട്ടോ. വകദാലിക യസ്തഹീലു അലൈഹിം, അപ്രകാരം അവരുടെ മേൽ മുസ്തഹീലാണ്, അസംഭവ്യമാണ്. എന്ത്? കുല്ലു സിഫത്തിൻ, എല്ലാ സിഫത്തുകളും, തുഅദ്ദു ഇൻദന്നാസി, എല്ലാ വിശേഷണങ്ങളും, തുഅദ്ദു അവ എണ്ണപ്പെടും, ഇൻദന്നാസി ജനങ്ങളുടെ അടുക്കൽ, മിനൽ ഒയൂബി ന്യൂനതയായിട്ട്. ജനങ്ങൾ മോശമായി കാണുന്ന, അങ്ങേയറ്റം മോശമായി കാണുന്ന കാര്യങ്ങൾ, എല്ലാവരുടെ കാഴ്ചപ്പാടിലും മോശമായി തോന്നുന്ന കാര്യങ്ങളുണ്ടാവും. അതൊരിക്കലും എന്തുണ്ടാവില്ല? അമ്പിയാക്കളിൽ ഉണ്ടാവില്ല. വൈലം തെക്കും മിനൽ ദുനൂബി, അത് ദമ്പൊന്നല്ലെങ്കിലും, അത് തെറ്റുകളും ദോഷമൊന്നുമല്ല, അള്ളാഹിൻ്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ദീനിലെ തെറ്റൊന്നുമല്ല, പക്ഷേ ജനങ്ങൾ വളരെ വെറുപ്പോടെ അതിന് കാണുക. അങ്ങനത്തെ കാര്യങ്ങളും അമ്പിയാക്കളിൽ നിന്നുണ്ടാവില്ല. കദനാത്തിൽ ഹിർഫത്തി, താഴ്ന്ന ജോലി പോലെ വളരെ മോശമായി ജനങ്ങൾ കാണുന്ന ജോലി ഉണ്ടാവും. ജോലി ചെയ്യൽ കുഴപ്പമൊന്നുമില്ല, ഹലാലാണ്, ശിക്ഷയൊന്നുമില്ല, ഹറാമൊന്നുമില്ല, ജനങ്ങൾക്ക് ഉപകാരമുള്ള ജോലിയൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണം എന്ത്? ചെരുപ്പ് കുത്തുക, ചെരുപ്പ് കുത്തിയായിട്ട് ജീവിക്കുക. അതൊരു തെറ്റെന്ന് വെച്ചാൽ തെറ്റൊന്നുമല്ല, ഹലാലാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരാൾ ദീന് പഠിപ്പിക്കാൻ വന്നാൽ, നബിയായിട്ട് വന്നാൽ, അത് പിന്തുടരാൻ ആളെ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ജോലികൾ അമ്പിയാക്കളിൽ നിന്നുണ്ടാവില്ല. അവൻ നെസബി, അല്ലെങ്കിൽ താഴ്ന്ന നെസബ, കുടുംബം, ഒരു കുടുംബമൊന്നുമില്ല, എവിടുന്നൊക്കെയോ വന്ന ഏതോ ഒരാളാണ്, അയാൾക്ക് തറവാടൊന്നുമില്ല, അങ്ങനത്തെ ആൾ ഒരിക്കലും നബി ആവൂല. കാരണം അങ്ങനത്തെ ആൾ ഒരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കാൻ ജനങ്ങൾ ഉണ്ടാവൂല. അത് ജനങ്ങൾക്കുള്ള ഏറ്റവും, ആ ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ വരുന്ന ആൾ ജനങ്ങളിൽ ശ്രേഷ്ഠരായിരിക്കണം. അപ്പം നല്ല കുടുംബത്തിൽ, തറവാടിത്തമുള്ള കുടുംബത്തിലേ എന്നുള്ള പ്രവാചകന്മാരുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ എന്തുണ്ടാവില്ല? എന്ത്? യസ്തഹീലു അലൈഹിം തുഅദ്ദു ഇൻദന്നാസ്, ജനങ്ങളുടെ അടുക്കൽ മോശമായി എണ്ണപ്പെടുന്ന, ന്യൂനത എണ്ണപ്പെടുന്ന ഒന്നും അവർക്ക് ഉണ്ടാവില്ല, മുസ്തഹീലാകും. അതുപോലെ തന്നെ അത് തുനാഫി, അല്ലെങ്കിൽ എങ്ങനത്തെ സിഫത്ത്? തുനാഫി, അത് എതിരാകും. ഹിക്മത്തൽ ബിഅസത്തി, പ്രവാചകനെ അയച്ച ലക്ഷ്യത്തോട് എതിരാകും. ബിഅസത്തിന് ആ പ്രവാചകത്വം, പ്രവാചകന്മാരെ അയക്കുക. അപ്പോൾ ഈ ബിഅസത്തിനോട് എതിരാകുന്ന, അതിൻ്റെ ലക്ഷ്യം, ഹിക്മത്ത് എന്ന ലക്ഷ്യം, തന്ത്രം എന്നൊക്കെ, അതിൻ്റെ ലക്ഷ്യം എന്താ? ജനങ്ങൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്നാണല്ലോ. അതിനോട് എതിരാകുന്ന സിഫത്തുകൾ, ഉദാഹരണം കസ്വമി വൽ ബുക്കുമി, എന്ത്? ബധിരത, മൂകത ഒക്കെ, സംസാരിക്കാൻ കഴിയൂല, അല്ലെങ്കിൽ കേൾക്കൂല, കേൾവി ഉണ്ടാവില്ല.
അപ്പോൾ കേൾവില്ലാതിരിക്കുക, സംസാരിക്കാതിരിക്കുക എന്നൊന്നും എന്തെങ്കിലും മോശത്തരമൊന്നുമല്ല. പക്ഷേ അമ്പിയാക്കൾക്ക് ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കാരണം അവർക്ക് അങ്ങനെ ഉണ്ടായാലും എന്ത് ചെയ്യാൻ, തെബിലി ചെയ്യാൻ കഴിയൂല, ജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂല. അപ്പോൾ അതുകൊണ്ട് അമ്പിയാക്കൾക്ക് ഒരിക്കലും സ്വമമ് ബുക്കുമ്, ബധിരത, മൂകത, അന്ധത അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവൂല. അതുപോലെ തന്നെ ഈ പറഞ്ഞ താഴ്ന്ന ജോലി, അതുപോലെ തന്നെ താഴ്ന്ന കുടുംബം, അതും അമ്പിയാക്കൾക്ക് ഉണ്ടാവൂല. പിന്നെ നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങളും ഉണ്ടായിരിക്കൂല. അപ്പം ഇതൊക്കെയാണ് അമ്പിയാക്കൾക്ക് മുസ്തഹീലായ സിഫത്തുകൾ, അസംഭവ്യമായ സിഫത്തുകൾ. ഇതൊരിക്കലും അമ്പിയാക്കൾക്ക് ഉണ്ടാവുകയില്ല. ഇനി പറയുന്നത് മുസ്തഹീലായ സിഫത്തിൽ എന്ത് പറഞ്ഞു? ഇസ്യാന് പറഞ്ഞു, തെറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആദം നബി പണ്ട് സ്വർഗത്തു നിന്ന് പഴം കഴിച്ചിട്ടില്ല നമ്മളെല്ലാവരും ഇവിടെ എത്തിയത്. അങ്ങനത്തെ ചില വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കലുണ്ടല്ലോ. മറ്റേ ഇബ്രാഹിം നബി കളവ് പറഞ്ഞു ഒക്കെ. അങ്ങനെ കുറേ നമ്മൾ ചരിത്രങ്ങളിലൊക്കെ ഈ ബിംബങ്ങളെ പണ്ട് 1ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും, ബിംബങ്ങളെ തകർത്ത കഥ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടാവും ഇതിനാരെ പൊട്ടിച്ചപ്പോൾ ഇത് അവരിൽ വലിയ ബിംബം ചെയ്തതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി പറയുന്നുണ്ട്. അപ്പോൾ അത് കളവല്ലേ? അപ്പോൾ ഇബ്രാഹിം നബി കളവ് പറഞ്ഞില്ലേ, ആദം നബി തെറ്റ് ചെയ്തില്ലേ എന്നുള്ള സംശയങ്ങളൊക്കെ. അപ്പോൾ അതിനുള്ള മറുപടിയാണ് അടുത്തതിൽ ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ക്ലാസ് കൃത്യമായിട്ട് കേൾക്കുക. ഇത് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, സമ്മറി എഴുതുകയോ വോയിസായിട്ട് അയക്കുക. ഇൻഷാ അല്ലാ സംശയങ്ങളിലേക്ക് ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.